എന്റെ വീടെടുക്കാണോ ചോദിച്ചിട്ടൊക്കെ വേണ്ട എടുക്കാൻ. ഹലോ മൈ ഗൈസ്, എല്ലാവർക്കും പിന്നെന്തല്ല കഥല്ലോ. ഇന്ന് ഇഞ്ഞാന്റെ ബർത്ത്ഡേ ആയിട്ട് നമുക്ക് കുറച്ച് സാധനം മേടിക്കാനുണ്ടായിരുന്നു. തൊപ്പി അങ്ങനെ സാധനം മേടിച്ച് എനിക്ക് പള്ളിക്കോമുണ്ട് നമ്മളെ ചങ്ങായിമാറിലുണ്ടാണ്. അതിൽ നേരത്തെ ദുബായി വന്നു. എന്റെ വീടെടുക്കാണോ ചോദിച്ചിട്ടൊക്കെ വേണ്ട എടുക്കാൻ. അത് കഴിഞ്ഞിട്ട് നേരെ അമ്പലത്തിലെ ക്യൂമാട്ടിൽ പോയിട്ട് നല്ല ബലൂൺ 20 ഒറ്റ കളർ ബലൂൺ ഉണ്ടായിട്ട് അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. പാറപ്പള്ളി എത്തുമ്പോ നമുക്ക് അവൽ മിൽക്ക് കുടിക്കാന്ന് ഞാൻ ഇച്ചാട് പറഞ്ഞു. അവൽ മിൽക്ക് എന്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഇതിലെ പോകുമ്പോ അവൽ മിൽക്ക് കുടിച്ചിട്ടെങ്കിൽ ഒരു സാർ കിട്ടുന്നില്ല, കുടിക്കുമ്പില്ല, ഫീലില്ല മോനെ. പാറപ്പള്ളിത്തെ അവൽ മിൽക്ക് വേറെ ലെവൽ. ഇതിലെ കൂടി പോകുമ്പോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട സ്പോട്ടാണ്. പിന്നെ ഇന്നൊരു സർപ്രൈസ് ഉണ്ട്. എന്റെ ബാപ്പ ഇന്ന് ദുബൈന്ന് വരുന്നു. കോഴിക്കോട് എയർപോർട്ടിലേക്കാണ് വന്നത്. അടുത്തേക്ക് പോവാൻ സാധിക്കാത്തതുകൊണ്ട് കാഞ്ഞങ്ങാടേക്ക് ബാപ്പ ട്രെയിനിൽ വരാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഉച്ച കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതാണ്. അങ്ങനെ സ്റ്റേഷനിലേക്ക് എത്തി. കൊറേ സ്റ്റേഷനിലേക്ക് വന്നു. ഈ വരുന്ന ട്രെയിനിലാന്ന് ബാപ്പ ഇല്ല. ബാപ്പാനെ കാണണ്ടില്ല, ത്രില്ലിലാന്ന് ഞാൻ നിൽക്കുന്നത്. ഗായ്സ്, അങ്ങനെ ബാപ്പാനെ കണ്ടുമുട്ടി. അപ്പക്കാന്ന് വേറെ വലിയ സർപ്രൈസ് ആണ്. ഉമ്മാവും നാട്ടിലേക്ക് വന്നിട്ട് അങ്ങനെ ഉമ്മാനെയും ബാപ്പാനെയും കൂട്ടി പെട്ടി എടുത്തിട്ട് നമ്മ നേരെ പെരക്കി നമ്മളെ ആൾട്ടോയില് പെട്ടിയെല്ലാം വെക്കുമ്പോ ഫുള്ള് അങ്ങനെയല്ലോ ഇറങ്ങിയിട്ടാന്ന് പോയത്. ഞാൻ വിചാരിച്ചു ഈ പെട്ടിയെല്ലാം നമുക്ക് നോക്കുമ്പോ ബാപ്പാന്റെ സുഹൃത്തുക്കള് ബാപ്പാന്റെ കൊടുത്തയച്ചതാണ് പെരക്കി കൊടുക്കുക. അങ്ങനെ കാഞ്ഞങ്ങാടില്ല ബാപ്പാന്റെ ബോസിന്റെ പെരക്കേക്ക് പോയി. നമ്മുടെ കേരളത്തിന്റെ ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ഇങ്ങനെ ഒരു സ്ഥലം നമ്മളെ നാട്ടിലുണ്ട് നമ്മൾ അറിഞ്ഞിട്ടാ. ഇത് കാഞ്ഞങ്ങാട് തന്നെയാണ് വരുന്നത്, കുറച്ചിപ്പുറം കാഞ്ഞങ്ങാടിന്റെ. അപ്പോൾ ഇത്രയും നല്ലൊരു സ്ഥലം നമുക്ക് ഇടുന്നുണ്ട്. നമ്മൾ ഇതുവരെ വിചാരിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. അടിപൊളി സ്ഥലം. ആവിയിലാണ് ഈ സ്ഥലം, കാഞ്ഞങ്ങാട്. അപ്പോൾ വൈകുന്നേരം ഒരു ചായയെല്ലാം മേടിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് കുടിക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തൊരു ചായപ്പൊടി ഇട്ടാലോ എന്നാണ്. അങ്ങനെ അവരെടുത്തുനിന്ന് നല്ല മുന്തിരി ജ്യൂസ് എല്ലാം തന്നു. അങ്ങനെ ജ്യൂസ് എല്ലാം കുടിച്ചിട്ട് പെരക്കേക്കുവാ നിൽക്കുമ്പോ അത് ഉമ്മാവും ബാപ്പ ഒന്നും തിന്നിട്ടാന്ന് എംബയില് വിട്ട് കെൻസ് റെസ്റ്റോറന്റിലേക്ക്. ഞാൻ പണിയെടുത്ത സൂര്യ സിൽക്സിന്റെ തൊട്ടടുത്താന്ന്. ഇതിന്റെ ഉള്ളിലത്തെ ആംബിയൻസ് ആണെങ്കിൽ ഒരു രക്ഷയില്ല. ഇവിടെ നൈറ്റാണ് ആൾ കൂടുതലുണ്ടായി. ഗായ്സ്, അങ്ങനെ ഞാൻ ബീഫ് ബിരിയാണി ഓർഡർ ആക്കി, ബാപ്പ ഫിഷ് ബിരിയാണി ഓർഡർ. അതും സാധാ ബിരിയാണി ഒന്നല്ല, നല്ല പൊള്ളിച്ച ബിരിയാണി വായന്റെ. അങ്ങനെ കാത്തു നിന്ന് ഒടുവിൽ സാധനം ഇങ്ങനെ ഓപ്പൺ ആക്കുമ്പോ ഇല്ല മണമില്ല മോനെ. വയറ്റിന്റെ ഉള്ളിൽ നിന്ന് ഒരു വര, അതായത് പൈക്കുമ്പോ ഒരു ഇതില്ല. കൈ നിറച്ചും ചോറും ബീഫ് എടുത്തിട്ട് ഭാര്യക്ക് ഇടുമ്പില്ല. എടാ അടിപൊളിയാടാ. ഭക്ഷണത്തിന് ശേഷം കുറച്ച് ജ്യൂസ് കുടിക്കാൻ വിചാരിച്ചു. ബാപ്പ നല്ല ചൂട് ചായയും മേടിച്ചു. അങ്ങനെ അസർ കലാന്നതിനുപ്പെട്ടെ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാൻ വിചാരിച്ചു. ഫ്രൂട്ട് മേടിക്കാൻ വന്നിട്ടുണ്ടായി. മാങ്കാൽ ഫ്രൂട്ടിന്റെ ഷോപ്പാണ്. ചോളം ഡ്രാഗൺ ഫ്രൂട്ട്. അങ്ങനെ പെരക്കത്തിട്ട് നമുക്ക് ആളെ നല്ല സർപ്രൈസ് കൊടുത്തിന്. ഇഞ്ഞാന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ നമ്മ റഹ്മാനിയിലേക്ക് കിട്ടും മന്തി ഒന്ന്. നമ്മ ഓർഡർ ആക്കിയത് പൊള്ളിച്ച മന്തി. അങ്ങനെ അതെല്ലാം തിന്നുമ്പോ ഉഷാറായി. അപ്പൊ ബാക്കി നാളെ.